ഹായ്, ഗുഡ് മോർണിംഗ്. ഹാർവസ്റ്റ് കുക്കറി ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കുന്നത് ഫിഷ് നിർവാണയാണ്. നിങ്ങൾക്ക് എല്ലാവരും ഒത്തിരി കേട്ടിട്ടുള്ള ഒരു ഐറ്റമാണ്. നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെന്ന്. ആദ്യമായിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പാകത്തിന് ഉപ്പ്, ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മതിയാവും. ഉപ്പിട്ട് നമ്മൾ നല്ലൊരു മസാല തയ്യാറാക്കുകയാണ്. നമ്മൾ മെയിൻ വേണ്ട മസാലയാണ്. ആദ്യം മെയിൻ മാരിനേഷന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്തു. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ ഇത് കുറച്ച് കറി ലീഫ് ആഡ് ചെയ്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും ഫിഷിന്. ഒരു പകുതി ചെറുനാരങ്ങ, അതിൻ്റെ ജ്യൂസാണ്. നല്ല പഴുത്ത ചെറുനാരങ്ങയാണ്, നല്ല ജ്യൂസുണ്ട്. നമ്മളത് ആഡ് ചെയ്തു. നമ്മുടെ മസാല റെഡിയാണ്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി. നമ്മളെപ്പോഴും ബ്ലാക്ക് പെപ്പറാണ് ഉപയോഗിക്കുന്നത്. വൈറ്റ് പെപ്പറിനേക്കാൾ നല്ലത് എപ്പോഴും ബ്ലാക്ക് പെപ്പറാണ്. നല്ല ഫ്ലേവർ, നമ്മൾ ഫ്രഷായിട്ട് പൊടിച്ചെടുക്കുന്നതാണ്. നമ്മളിവിടെ 100 ഗ്രാം സ്ലൈസ് നെയ്മീൻ, ഫ്രഷ് നെയ്മീൻ എടുത്തിട്ടുണ്ട്. അത് 4 എണ്ണം നമ്മൾ മാരിനേറ്റ് ചെയ്യുകയാണ്. മസാല നന്നായിട്ട് 2 വശത്തും തേച്ച് പിടിപ്പിക്കുക. നന്നായി മസാല പുരട്ടി നമ്മളിതൊന്ന് അരമണിക്കൂറോളം നമ്മൾ ഈ ഫിഷ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫിഷ് റെഡിയായി. മാരിനേഷൻ ഹാഫ് ആൻ അവർ നമ്മൾ ഇത് ഫ്രിഡ്ജിലാണ് മാരിനേഷൻ ചെയ്യാൻ വെച്ചിരുന്നത്. വീണ്ടും നമ്മളൊരു ഫ്രൈങ് പാൻ എടുത്തു. ഇനി അതിൻ്റെ ഒരു കുക്കിംഗ് പ്രോസസ്സാണ് കാണിക്കുന്നത്. വെളിച്ചെണ്ണ, പാകത്തിന് വെളിച്ചെണ്ണ. നമ്മുടെ പാൻ ചൂടായി വന്നിരുന്നുണ്ട്. നമ്മൾ അതിനകത്തേക്ക് ഫിഷ് വറുക്കാൻ റെഡിയാക്കാൻ വയ്ക്കുന്നു. ഫുൾ ഫ്ലെയിം കൊടുക്കണ്ട, നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുന്നു. ഒരു സൈഡ് നന്നായി ബ്രൗൺ ആയിട്ടുണ്ട്. ഒത്തിരി ഡ്രൈ ആക്കാണ്ടിരിക്കുകയാണ് നല്ലത്. ഫിഷ് ശരിക്കും ജസ്റ്റ് ഒന്ന് വെന്താൽ മതി. ഫിഷിൻ്റെയൊക്കെ കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 3 മിനിറ്റ് കൊണ്ട് ഫിഷ് കുക്കാവും. നമ്മുടെ ഫിഷ് റെഡിയായി. നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ ഗ്രേവി റെഡിയാക്കണം. നമ്മുടെ കറിവേപ്പിലയും എല്ലാം ഇട്ട് നല്ല അടിപൊളി ഒരു കളറായിട്ടുണ്ട്. കളറും ടെക്സ്ചറും ഫ്ലേവറും എല്ലാം ഉണ്ട് ഫിഷിന്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനി ഇതിൻ്റെ ക്രീമാണ് റെഡിയാക്കേണ്ടത്. അതിനുവേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഒരു അപ്പച്ചട്ടിയാണ്. ചെറിയൊരു ചട്ടി മതിയാവും. അപ്പച്ചട്ടിയിലൊരു വാഴയില വെച്ച് വാഴയിലയിലേക്ക് നമ്മൾ ഫിഷ് ട്രാൻസ്ഫർ ചെയ്തു. ഞാനിപ്പോൾ ഒരു പീസാണ് റെഡിയാക്കുന്നത്. നമുക്ക് 2-3 പീസ് ഒന്നിച്ച് ചെയ്യാം. 1/2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പറാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നല്ല എരിവുള്ള ഒരു പച്ചമുളക് ഒരു 2 സ്ലിറ്റ് ചെയ്ത് ആഡ് ചെയ്യുന്നു. നല്ല തിക്ക് കോക്കനട്ട് മിൽക്കാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ ഫിഷിൻ്റെ ഗ്രേവി. ഈ കോക്കനട്ട് ബേസാണ്, കോക്കനട്ട് ടേസ്റ്റ് ആയിരിക്കും. തിക്ക് മിൽക്കാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. കറി ലീഫ് ആഡ് ചെയ്തു. പിന്നെ ഗ്യാസ് ഓൺ ചെയ്തു. പിന്നെ ചെറിയ ഫ്ലെയിമിലാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. എന്നിട്ട് കോക്കനട്ട് മിൽക്ക് ചെറുതായിട്ട് ചൂടായി വരുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നമ്മുടെ ജൂലിയനായി ചെയ്തിരിക്കുന്ന മാങ്ങ, പച്ച മാങ്ങ, നല്ല പുളിയുള്ള മാങ്ങയാണ്. ഒരു 5-6 സ്ലൈസ് ജൂലിയനാണ്, നമ്മൾ സ്ലൈസ് അല്ല, ജൂലിയനാണ് ആഡ് ചെയ്യുന്നത്. ഒരു ചെറിയ പുളി ടേസ്റ്റ് വരും. പിന്നെ ഇഞ്ചി ജൂലിയൻ ചെയ്തത് 2-3 പീസ് ഇട്ട് കൊടുത്താൽ മതിയാവും. ഏകദേശം മിൽക്ക് ചെറുതായി ബോയിലായി വരുന്നുണ്ട്. അതിനകത്തേക്ക് നമ്മൾ നല്ല പച്ച വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയുടെയും ഇഞ്ചിയുടെയും എല്ലാം കറിവേപ്പിലയുടെ എല്ലാ ഫ്ലേവറും കൂടെ കൂടുമ്പോൾ
നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. മിൽക്ക് തിളച്ച് വരുന്നുണ്ട്. നല്ല ക്രീമി പരുവത്തിലായി വരുന്നുണ്ട്. വാഴയിലേക്ക് നന്നായി സൈഡൊക്കെ വാടി വാഴയിലയുടെ ഒരു ഫ്ലേവറും കൂടെ കയറി വരും. നമ്മുടെ ഫിഷ് റെഡിയാണ്. ഇപ്പോൾ നല്ലൊരു ഫ്ലേവറും സ്മെല്ലും എല്ലാം ഉണ്ട്. അടിപൊളി ഒരു ഡിഷാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് ഫിഷ് നിർവാണ.